ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറുമോ ഇല്ലയോ എന്നതിൽ വ്യക്തമായ മറുപടി നൽകി ഇന്ത്യ. ബംഗ്ലാദേശ് നൽകിയ അഭ്യർത്ഥന തങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും ഉടൻ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞയാഴ്ചയാണ് ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ ട്രൈബ്യൂണൽ കോടതി വധശിക്ഷ വിധിച്ചത്. എന്നാൽ അജിത് ഡോവലിന്റെ സംരക്ഷണയിൽ തന്നെയായിരുന്ന ഷെയ്ഖ് ഹസീനയാകട്ടെ ഇന്ത്യയിൽ കഴിയുന്നത് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പോലും ഇന്ത്യ മറുപടി നൽകാതെ തന്നെ വിട്ടുനിന്നതും. ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് അത്തരം ഒരു അഭ്യർത്ഥന ലഭിച്ചിട്ടുണ്ട് എന്നും അത് നിലവിൽ പരിശോധിച്ചു വരികയാണ് എന്നും ബംഗ്ലാദേശ് ജനങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അചഞ്ചലമാണ് എന്നും ഈ വിഷയത്തിൽ എല്ലാ ഉചിതമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നതാണ് രൺധീർ ജയ്സ്വാൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായി ബംഗ്ലാദേശിന് വലിയ സഹകരണവും മാത്രമല്ല നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന രാജ്യങ്ങളാണ് ഇരുവരും. മാത്രമല്ല പിന്നീടാണ് ഇത്തരത്തിൽ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷമാണ് ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൈക്കൊണ്ട നിലപാടുകളായിരുന്നു മുൻ പ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് കോടതി വധശിക്ഷ വിധിക്കാനുള്ള കാരണം. നേരത്തെ തന്നെ ഇവർ കുറ്റക്കാരാണ് എന്ന് രാജ്യാന്തര ക്രൈംസ് ട്രൈബ്യൂണൽ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. മാനവികതയ്ക്കെതിരെയുള്ള അതിക്രമങ്ങളാണ് വിദ്യാർത്ഥി പ്രക്ഷോഭ കാലത്ത് ഹസീന സർക്കാർ രാജ്യത്ത് നടത്തിയതെന്നും കോടതി നിരീക്ഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന കലാപത്തിനിടയിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഈ മാസം ആദ്യമായിരുന്നു ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതും. വിധി പ്രകാരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് ധക്കയിലെ ചങ്കർപൂളിൽ നിരായുധരായ 6 പ്രതിഷേധകരെ വെടിവെച്ച് കൊന്നതിനെ 78-കാരിയായ പുറത്താക്കപ്പെട്ട നേതാവിന് വധശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത്. ശിക്ഷ വിധിച്ചതിനെ തുടർന്നുകൊണ്ട് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും മുൻ ആഭ്യന്തരമന്ത്രിയായ മറ്റ് വ്യക്തികൾ ഉടൻ തന്നെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇതുവരെ ഇന്ത്യ ഇതിനോട് തന്നെ പ്രതികരിച്ചിരുന്നില്ല. അതേസമയം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതിനു ശേഷം ഹസീന ഇന്ത്യയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഖാനും ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം പ്രത്യേക കോടതിയെ കങ്കാരു കോടതി എന്നതാണ് ഹസീന വിശേഷിപ്പിച്ചത്. തനിക്ക് വേണ്ടി വാദിക്കാൻ അഭിഭാഷകനെ നിയോഗിക്കുവാനും ഹസീന വിസമ്മതിച്ചിരുന്നു. ഹസീന സർക്കാർ നിലം പതിച്ച ശേഷം ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇവിടെ പൊതു തിരഞ്ഞെടുപ്പ് ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. മാത്രമല്ല ഇപ്പോൾ നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള കാവൽ മന്ത്രിസഭയാണ് ഭരണം നടത്തുന്നത്. അതേസമയം അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു കാണിക്കുന്ന കാര്യം. എന്തായാലും ഇവിടെ ഇന്ത്യയിൽ നിന്നും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടു നൽകുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുകയാണ്. ഇനി വിട്ടു നൽകിയാൽ അത് അവരുടെ ഒരു വലിയൊരു രീതിയിൽ ബംഗ്ലാദേശിൽ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കുന്നവയല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.